ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആ പ്ലേറ്റ് സെലക്ഷൻ, പ്ലേറ്റ് എടുക്കുമ്പോൾ അതിലൊരു 50% ഒക്കെ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണത്. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, കുറച്ച് കളർഫുൾ ക്യാരറ്റ്, കോളിഫ്ലവർ, ക്യാബേജ്, എന്തായാലും കുഴപ്പമില്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു 50% സാലഡ്സ് എടുക്കുക. പക്ഷെ കാർബോഹൈഡ്രേറ്റ്സ് ഒരു 1/4 പ്ലേറ്റ്. ഇപ്പം ദോശയാണെങ്കിൽ 2ന്റെ മുകളിൽ കഴിക്കാതിരിക്കുക, ചപ്പാത്തി ആണെങ്കിൽ നമ്പർ കുറയ്ക്കാൻ നോക്കുക. പിന്നെ മീറ്റ് കഴിക്കുന്ന ആളാണെങ്കിൽ ഫിഷോ ചിക്കനോ ഒക്കെ ആണെങ്കിൽ ഒരു 1/4 പ്ലേറ്റ് ആയിട്ട് എടുക്കാം. പിന്നെ ഉള്ളത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ സാലഡ്സ് ഉണ്ടല്ലോ, ആ ഒരു 50% പോർഷൻസ് പ്രമേഹമുള്ള രോഗികളിൽ ഇപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഒക്കെ ചെയ്യും, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്തായാലും. അന്നേരം അത് ചെയ്യുമ്പോഴേ അറിയാം നമ്മൾ എങ്ങനെയാണ് ഗ്ലൂക്കോസ് സ്പൈക്ക് വരുന്നത് എന്നുള്ളത്. അത് സാലഡ്സ് ആഡ് ചെയ്യുമ്പോൾ അത് ആക്ച്വലി അത് കൗണ്ടർ ചെയ്യും. സോ ഇൻ പ്ലേറ്റ് ഇറ്റ് സെൽഫ് വി ക്യാൻ കൺട്രോൾ ഇറ്റ്. എന്ന് വെച്ചാൽ ആ ഗ്ലൂക്കോസ് കൂടുന്നത് സാലഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പൈക്സ് കുറയ്ക്കാൻ പറ്റും. പിന്നെയുള്ളത് ഹെൽത്തി സ്നാക്സ് ജിൻസൺ പറഞ്ഞു. അതിൽ ഈ നട്ട്സ്, കടല, ബദാം, കാഷ്യൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒരു 6 to 7. അതും ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്, സ്നാക്സും നമ്പർ കൂടാൻ പറ്റില്ല. സോ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് കഴിക്കാന്നല്ല. മാങ്ങയുടെ സീസൺ, ചക്കയുടെ സീസൺ, പിന്നെ പഴം, ഇതൊക്കെ കണ്ട ഒരു 7-8 പഴമൊക്കെ കഴിച്ചാൽ ദാറ്റ് ഈസ് ഭയങ്കര അൺഹെൽത്തിയാണ്. എല്ലാം നമ്മൾ അധികമായ അമൃതും വിഷം. അതാണ് ഡയറ്റിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ കഴിക്കുമ്പോൾ ക്വാണ്ടിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാണ്ടിറ്റി, പോർഷൻ കൺട്രോൾ എന്ന് പറയും, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം എടുക്കാം, പക്ഷേ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ ഒരു 3 to 4 ഫ്രൂട്ട്സ് എടുക്കാം. വലിയ ഫ്രൂട്ട് ആണെങ്കിൽ സ്ലൈസസ് മാത്രം എടുക്കാം. ഇപ്പം ബത്തക്കയോ പപ്പായൊക്കെ ആണെങ്കിൽ. ആപ്പിളോ പേരക്കൊക്കെ ആണെങ്കിൽ ചെറിയ ഒരു ഹാൻഡ്ഫുൾ ഫ്രൂട്ട് എടുക്കാം. മാംഗോ ആണെങ്കിൽ ചെറിയ മാംഗോ. പിന്നെ ഡയബറ്റീസ് പേഷ്യൻസ് ആണെങ്കിൽ അധികം പഴുക്കാത്ത ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണ്. വളരെ പഴുത്തതിൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് കൂടും. അന്നേരം അധികം റൈപ്പല്ലാത്ത പഴുക്കാത്ത പഴം കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. പക്ഷെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പലപ്പോഴും കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മുടെ ഒരു പേഷ്യൻറ്റിൻ്റെ ആ ഒരു വീക്ക്നെസ്സസ് ഉണ്ടാവും ഭക്ഷണത്തിൽ. അത് വല്ലപ്പോഴും എടുക്കുന്നതിന് യു ക്യാൻ ഹാവ് സം ഡേയ്സ് പെർ അവർക്കത് എടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഈ പറഞ്ഞ പ്രിൻസിപ്പൾസ് ഫോളോ ചെയ്താൽ ഡയറ്റിൽ തന്നെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചില പേഷ്യൻസ് ഉണ്ട്, നമ്മൾ ഈ ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും 2 സമയത്ത് ഷുഗർ നമ്മൾ ഫാസ്റ്റിങ്ങും ഭക്ഷണം കഴിച്ചിട്ട് നോക്കുമ്പോൾ നോർമലാണ്, ആവറേജ് എപ്പോഴും ഹൈ ആണ്. ഒരു തവണ ഗ്ലൂക്കോസ് മോണിറ്ററിങ് ചെയ്ത് ഫുഡിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വരാൻ പറഞ്ഞു. നല്ല പ്രായമുള്ള അപ്പൂപ്പനാണ്. അവർ ചെയ്യുന്ന വെച്ചാൽ അതുവരെ കൺട്രോൾ ചെയ്യും, പക്ഷെ ഉച്ചയ്ക്ക് ശേഷം ആള് എല്ലാം എടുത്ത് കഴിക്കാൻ തുടങ്ങും. അന്നേരം നമ്മൾ കാണുന്ന വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം തൊട്ട് രാത്രി വരെ നോക്കുമ്പോൾ ഷുഗറൊക്കെ 200-300, ബാക്കി എല്ലാ ടൈമിലും നോർമൽ. പക്ഷെ ഇത് ആൾക്ക് അറിയാത്തതുകൊണ്ടാണ്. കൗൺസിൽ ചെയ്തു, ഇതൊന്ന് റെഡിയാക്കാൻ പറഞ്ഞു, പിന്നെ എല്ലാം നോർമലായി. ഇപ്പം കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. ഡയറ്റിന് നല്ല റോളുണ്ട്, അതേപോലെ തന്നെ വ്യായാമത്തിന് നല്ല റോളുണ്ട്. എന്റെ അച്ഛൻ പറയുന്ന ഒരു കാര്യമാണ്, ഈ റോബസ്റ്റ് പഴം കഴിച്ചാൽ കുഴപ്പമില്ല, ബാക്കി പഴമൊക്കെയാണ്. അത് ശുദ്ധമായ തെറ്റിദ്ധാരണയാണ്. അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഏത് പഴമാണെങ്കിലും റോബസ്റ്റ് പഴത്തിന്റെ ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ അതിന്റെ പച്ച ആണ്. അതിലൊരു സത്യമുണ്ട് വെച്ചാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവാണ്. യെല്ലോ ആകുമ്പോഴും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടും, ബ്ലാക്ക് ആകുമ്പോൾ ഭയങ്കരമായിട്ട് കൂടും. അന്നേരം അതിൽ കുറച്ച് സയൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ നമ്പർ കൂടുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടും. അന്നേരം ഈ പോർഷൻ കൺട്രോൾ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എടുക്കാം, ഒരു പഴമൊക്കെ മാക്സിമം 2 പഴം, അതിൽ കൂടുതൽ വേണ്ട. പിന്നെ ടൈമിങ്ങും ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പം ഫ്രൂട്ട്സ് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കുമ്പോൾ അത് നമുക്ക് ഷുഗർ കൂടും. അപ്പൊ അതിന്റെ ഇടയിലുള്ള സമയത്ത് ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒരു 2 hours കഴിഞ്ഞിട്ട് നമ്മൾ മിക്കവാറും ഒരു ഊണ് കഴിച്ചിട്ട് ഒരു പഴം, അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഫ്രൂട്ട് കഴിക്കുക. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് ഫ്രൂട്ട് കഴിക്കുമ്പോൾ ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാതെ ഫുഡ് കഴിച്ചിട്ട് ഒരു 2 hours കഴിഞ്ഞിട്ട് ഇടയിലുള്ള സ്നാക്സിന്റെ സമയത്ത് ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഷുഗർ കൂടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പുട്ടൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ പുട്ടും പഴവും കഴിക്കുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കിയിട്ട് പുട്ടും കടലയും കഴിക്കുക, അല്ലെങ്കിൽ പുട്ടും മുട്ടക്കറിയും കഴിക്കുക. എന്നിട്ട് പഴം ഒരു 10 മണി 10:30 ആകുമ്പോൾ മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് കഴിക്കാം. അതിൽ ജിൻസൺ പറഞ്ഞ വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പുട്ട് കടല, പുട്ട് പഴം, ഇത് പുട്ട് പഴമാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് കോമ്പിനേഷൻ ആണ്. കാരണം എല്ലാം കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ബോഡീനെ അങ്ങ് സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണ്. ഒരു ഷുഗർ ഇങ്ങനെ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. പുട്ടിന്റെ എണ്ണം കൂടുമ്പോഴും പ്രശ്നമാണ്. പുട്ട് പൊടിച്ചു കഴിഞ്ഞാൽ കുറെ ഉണ്ടാവും. 2 പുട്ടെന്ന് വെച്ചാൽ ശരിക്കും നല്ല കാർബോഹൈഡ്രേറ്റാണ്. ഞാൻ സാധാരണ ഇതിൽ പറയും 1 മാക്സിമം 1.5 പുട്ടൊക്കെ പറ്റുള്ളൂ. ബാക്കിയുള്ള നമ്മൾ കഴിക്കണം, ബാക്കിയുള്ള പോർഷൻസ് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്യാത്തതുകൊണ്ടാണ് വിശപ്പ് വരുന്നത്. ഇത് കഴിച്ചാൽ ആക്ച്വലി നമ്മൾ വിശപ്പ് കൂടിയേ ഉള്ളൂ. അതാണ് കാർബോഹൈഡ്രേറ്റിന്റെ പ്രശ്നം. നമ്മൾ കഴിക്കുമ്പോൾ ഗ്ലൂക്കോസ് നന്നായിട്ട് കൂടും, ഇൻസുലിൻ നന്നായിട്ട് വരും, ഇൻസുലിൻ ഷുഗർ കുറയ്ക്കും.
അന്നേരം വിശപ്പ് കൂടും, അന്നേരം നമ്മൾ വീണ്ടും കഴിക്കും. അതാണ് ക്രേവിങ്ങിൻ്റെ ഒരു കാര്യം. അന്നേരം നമ്മൾ ഈ സാലഡ്സ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ക്രേവിങ്സ് നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ആ 50% പ്ലേറ്റ് സാലഡ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അത് ആർക്കും അറിയില്ല. അത് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫോട്ടോ കാണിക്കാറാണ് പേഷ്യന് ഒപ്പിൽ വന്നാൽ ഇങ്ങനെയാണ് പ്ലേറ്റ്, ഞാൻ പറഞ്ഞു കൊടുത്താൽ അത് നമ്മൾക്ക് ബ്രെയിനിൽ പതിയാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. ശരി. ആൻഡ് ഇപ്പോൾ ഒരുപാട് പേര് സ്മാർട്ട് വാച്ച് യൂസ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ നന്നായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കീപ്പ് ചെയ്യുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടോ ശരിക്കും? മോസ്റ്റ്ലി സ്മാർട്ട് വാച്ചിനെ കാട്ടി കൂടുതൽ CGMS ചോദിച്ചു വരുന്ന പേഷ്യൻസ് കുറെ പേരുണ്ട്, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് കുറെ ഉണ്ട്. സ്മാർട്ട് വാച്ച് നോക്കുന്നത് അത്രയും അക്യുറേറ്റ് അല്ലാത്തതുകൊണ്ട് അവരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അവർ ക്രോസ് ചെക്ക് ചെയ്യും. എന്നാലും 1 monthly ഒക്കെ ഒന്ന് ഷുഗർ ലാബിൽ പോയി ഒന്ന് നോക്കാറുണ്ട്. ഓക്കെ. ഈ CGM എന്ന് പറയുന്നത് നമുക്ക് ലൈക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലേ? ഓക്കെ, ശരി.